മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട 30 പേർ മരിച്ച സംഭവത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തിയിരിക്കുകയാണ്. മഹാകുംഭത്തെ മൃത്യുകുംഭം എന്നാണ് മമത പറഞ്ഞത്. കുംഭമേള ആരംഭിച്ചതിനു ശേഷം 56 കോടിയിലധികം ആളുകൾ സംഗമത്തിൽ വിശുദ്ധ സ്നാനം നടത്തിയെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഈ 56 കോടി ജനങ്ങളുടെ വിശ്വാസവുമായി കളിക്കുന്നതിന് തുല്യമാണെന്നും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു. ജനുവരി 29-ന് നടന്ന തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച 30 പേരുടെയും കുംഭമേളയിലേക്ക് പങ്കെടുക്കാനായി പ്രയാഗ്രാജിലേക്കുള്ള യാത്രക്കിടെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെയും ആദിത്യനാഥ് അനുശോചനം അറിയിച്ചു. സർക്കാർ അവർക്കൊപ്പം നിൽക്കുന്നു. സാധ്യമായ എല്ലാ വഴികളിലും ഞങ്ങൾ അവരെ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എങ്ങനെ ഉചിതമാകുമെന്നും അദ്ദേഹം എടുത്തു ചോദിച്ചു. ഈ നൂറ്റാണ്ടിലെ മഹാകുംഭവുമായി സഹവസിക്കാനുള്ള അവസരം സംസ്ഥാനത്തെ BJP സർക്കാരിന് ലഭിച്ചത് ഭാഗ്യമാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. എല്ലാ വ്യാജ പ്രചരണങ്ങളെയും അവഗണിച്ച് രാജ്യവും ലോകവും പങ്കാളികളായെന്നും അദ്ദേഹം പറഞ്ഞു. മമതാ ബാനർജിക്കെതിരെ ബീഹാർ BJP അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളും പ്രതിഷേധം അറിയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ നിരീശ്വരവാദികളാണ്. അവർ ലജ്ജാകരമായ പ്രസ്താവനകൾ മാത്രമാണ് നൽകുന്നതെന്നാണ് ജയ്സ്വാൾ ആരോപിച്ചത്. എന്നാൽ SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് മമതാ ബാനർജിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. മമത പറഞ്ഞത് ശരിയാണെന്നും അവരുടെ സംസ്ഥാനത്ത് നിന്നുള്ളവർക്കും ജീവൻ നഷ്ടപ്പെട്ടെന്നും ബംഗാളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്നെന്നും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതിന് ആരാണ് ഉത്തരവാദിയെന്നും അദ്ദേഹം ചോദിച്ചു. ജനുവരി 14 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. കുംഭമേളയുടെ നടത്തിപ്പിന് 7000 കോടി രൂപ UP സർക്കാർ ചിലവഴിക്കുന്നു. അതേസമയം ഡൽഹിയിൽ നടന്ന ട്രെയിൻ ദുരന്തത്തിൽ വൻ വിവാദങ്ങൾ ഉയർന്നിരുന്നു. കുംഭമേള തീർത്ഥാടകർ ഇരച്ചു കയറിയതിനെ തുടർന്നായിരുന്നു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അപകടമുണ്ടായത്. അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കേന്ദ്രത്തിനെ വിമർശിച്ച് രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 18 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിനെ രാഹുൽ വിഷയത്തിൽ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല റെയിൽവേ വെറും പരാജയമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ Xലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മരണപ്പെട്ടവർക്ക് അനുശോചനം അറിയിക്കുകയും അപകടത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാവിധ പിന്തുണയും രാഹുൽ അറിയിക്കുകയുണ്ടായി. കേന്ദ്രത്തിന് മറ്റുള്ളവരുടെ വേദന കണ്ടാൽ മനസ്സിലാവില്ലെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. ഈ സംഭവം റെയിൽവേയുടെ പരാജയവും സർക്കാരിന്റെ വിവേകശൂന്യതയും ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ് എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. പ്രയാഗ്രാജിലേക്ക് ധാരാളം ഭക്തർ പോകുന്നതിനാൽ സ്റ്റേഷനിൽ മികച്ച ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതായിരുന്നു. കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാരും ഭരണകൂടവും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കുംഭമേളയിലേക്ക് പോകുന്നതിനായി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 ട്രെയിനുകൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ ചില ട്രെയിനുകൾ വൈകിയതും ട്രാക്ക് മാറിയെത്തിയതുമാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. റെയിൽവേ സ്റ്റേഷനിലെ 14, 15 പ്ലാറ്റ്ഫോമിലാണ് ആളുകൾ കൂട്ടത്തോടെ എത്തിയത്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ റെയിൽവേ മന്ത്രാലയം ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിരുന്നു. 2 ഉന്നത അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സമിതി CCTV ദൃശ്യങ്ങളും മറ്റു രേഖകളും പരിശോധിച്ചിരുന്നു.